ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഇവനല്ലേ തരംഗം. സൂപ്പർ ഒരു ചമ്മന്തിയാണ് ഇത്. ബാച്ചിലേഴ്സിനും കൊച്ചു കുട്ടികൾക്ക് പോലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഞാനും ഈ ചമ്മന്തി വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കി. അതിനായി ചെറിയുള്ളി തൊലി കളഞ്ഞെടുക്കുക. 10 അല്ലി ചെറിയുള്ളി എടുക്കുന്നുണ്ട്. നന്നായി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഒന്നെങ്കിൽ ഇടികളിൽ ഇടിച്ചെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചതച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഇടികളിലിട്ട് ചതച്ചെടുക്കുക. കാശ്മീരി മുളക് പൊടി ഇടുന്നതാണ് ഒന്നും കൂടെ ബെറ്റർ. അപ്പോൾ കളറൊക്കെ നല്ലതായിട്ട് കിട്ടുന്നതാണ്. ഞാൻ കാശ്മീരി മുളകിൻ്റെ പൊടിയാണ് ഇട്ടത്. പിന്നെ 1 സ്പൂൺ ഉപ്പ്, കട്ടിയുള്ള വാളംപുളിയുടെ നീരും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. കുതിർത്ത് വെച്ച വാളംപുളിയാണ്. അതും കൂടി ഒഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൈ ഉപയോഗിച്ചാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. സ്പൂൺ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായി കിട്ടുമ്പോൾ അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മുരിച്ചെടുക്കുക. ഇനി ഈ മിക്സ് ചമ്മന്തിയിലേക്ക് ഒഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ മതിയേ. ഇനി നമുക്കിത് ചൂട് ചോറിലിട്ടിട്ട് പുരട്ടി കഴിക്കാവുന്നതാണ്. ഞാൻ ചോറിലാണ് ഇട്ട് ട്രൈ ചെയ്ത് നോക്കി. സൂപ്പർ ടേസ്റ്റായിരുന്നേ. ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതുപോലത്തെ റെസിപ്പിക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്